ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് 2 കേസുകളിലും തന്ത്രിക്കെതിരായ തെളിവുകൾ SITക്ക് ഹാജരാക്കാനായില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് ബന്ധമുള്ളതിന് തെളിവില്ല. ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ തന്ത്രിക്ക് ഇടപെടാൻ അധികാരമില്ലെന്നും ജാമ്യ ഉത്തരവിൽ പറയുന്നു. ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, തന്ത്രിക്കെതിരെ ഒന്നും കണ്ടെത്താൻ SITക്ക് ആയില്ല. പിന്നെ എങ്ങനെയായിരുന്നു അറസ്റ്റ്? എന്താണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഷാമിലി, SITക്ക് ഏറ്റ തിരിച്ചടിയാണ് ഈ ജാമ്യ ഉത്തരവിൽ പ്രകടമായി കാണാൻ കഴിയുന്നത്. അതായത് SIT വലിയ വാദങ്ങൾ കോടതിക്ക് മുമ്പിൽ ഉയർത്തി. അതായത് തന്ത്രിയുടെ ബാങ്ക് നിക്ഷേപം, അതുപോലെ തന്ത്രിയുടെ ഭാര്യയ്ക്കുണ്ട ബാങ്ക് നിക്ഷേപം, അതുപോലെ തന്നെ ഏത് ബാങ്കിലാണ്, അതായത് ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ചുകൊണ്ടാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത് തുടങ്ങിയ സുപ്രധാനമായ വാദങ്ങളൊക്കെ തന്നെ കോടതിയിൽ ഏറ്റവും അവസാനം ജാമ്യ ഹർജിയിൽ ഏറ്റവും അവസാനം വാദിച്ചിരുന്നു. ഇതൊക്കെ വലിയ വാദമായി പരിഗണിച്ചുവെങ്കിൽ പോലും കോടതി ഇത് അംഗീകരിക്കുന്ന സാഹചര്യമില്ല, ഉണ്ടായിട്ടില്ല എന്ന് വേണം ഈ പകർപ്പിൽ നിന്ന്, അതായത് ഈ ജാമ്യ ഉത്തരവിന്റെ പകർപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും തന്ത്രിക്ക് യാതൊരുവിധ പങ്കാളിത്തവും ഉണ്ടായില്ല എന്നാണ് അതാണ് ഈ ജാമ്യത്തിലേക്ക് എത്താനുള്ള പ്രധാനമായ കാരണം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. നമുക്കറിയാം, 41ാമത്തെ ദിവസമാണ് തന്ത്രിക്ക് ജാമ്യം ലഭിക്കുന്നത്. ഈ കേസിൽ മറ്റുള്ളവർക്കെല്ലാം തന്നെ സ്വാഭാവിക ജാമ്യം ലഭിക്കുമ്പോൾ തന്ത്രിക്ക് 41ാമത്തെ ദിവസം ജാമ്യം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെളിവുകളുടെ അഭാവം തന്നെയാണ്. അത് SITക്ക് ഏറ്റ തിരിച്ചടി തന്നെയാണ്. തന്ത്രി എന്ന നിലയിൽ അവിടെയുള്ള ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ കണ്ഠരര് രാജീവര് ഇടപെട്ടിട്ടുള്ളൂ. മറ്റ് കാര്യങ്ങളിലൊന്നും തന്നെ അദ്ദേഹം ഇടപെട്ടിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ സുപ്രധാനമായ തീരുമാനങ്ങളിലൊന്നും തന്നെ തന്ത്രിക്ക് ഇടപെടാൻ അധികാരമില്ല, അദ്ദേഹം ഇടപെട്ടിട്ടില്ല തുടങ്ങിയ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ 41ാമത്തെ ദിവസം ജാമ്യം നൽകാൻ കൊല്ലം വിജിലൻസ് കോടതി തയ്യാറായത്. പിന്നീട് നമുക്കറിയാം, ഇദ്ദേഹത്തിന്റെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം വന്ന കാര്യങ്ങൾ, ഇദ്ദേഹം മൗനാനുവാദം നൽകി, ഈ പ്രതികളുമായി ഗൂഢാലോചന നടത്തി, അങ്ങനെ സുപ്രധാനമായ പല കാര്യങ്ങളും റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ SIT വലിയ അവകാശവാദമായി ഉന്നയിച്ചെങ്കിലും അതൊന്നും കോടതിക്ക് മുമ്പിൽ വലിയ തെളിവുകളല്ല എന്ന് വേണം ഈ അവസരത്തിൽ പറയാൻ. അദ്ദേഹത്തിന് ഇനിയും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും അതുപോലെ സുപ്രധാനമായ തെളിവുകളും ഈ കേസിലെ പ്രധാനമായ കുറ്റപത്രവും ഇതുവരെയും കുറ്റപത്രം അടക്കം ഈ SITക്ക് സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അതൊക്കെ തന്നെ ഈ അന്വേഷണത്തിൽ വലിയ തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിനാണ് തന്ത്രിക്ക് ജാമ്യം നൽകാൻ കോടതി തയ്യാറായത്. ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലും കൃത്യമായ തെളിവുകൾ നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് തന്ത്രി ജയിലിന് പുറത്തേക്ക് വന്നത് എന്നാണ് ഈ ഉത്തരവിൽ നിരീക്ഷിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഷാമിലി, ഈ അനുജ്ഞ കൊടുക്കുക വഴി ഈ കൊള്ളയ്ക്കൊരു മൗനാനുവാദം ഇദ്ദേഹം നൽകി എന്നൊക്കെയായിരുന്നു ആ സമയത്ത് SITയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുന്നത്. ഇതിനൊന്നും യാതൊരു തെളിവും നിലവിൽ സമർപ്പിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ കേസിൽ 6 പേരാണ് ഇതുവരെ പുറത്തിറങ്ങിയത്. തന്ത്രി ഉൾപ്പെടെ 6 പേർ പുറത്തിറങ്ങി. ഇതിൽ 5 പേര് പുറത്തിറങ്ങുന്നത് സ്വാഭാവിക ജാമ്യത്തിൽ 90 ദിവസം പൂർത്തിയാകുന്നു. ഇവരെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നു, വിവിധ തെളിവുകൾ കണ്ടെത്തുന്നു. എന്നിട്ട് പോലും ഈ അന്വേഷണ സംഘത്തിന് ഒരു പ്രാഥമിക കുറ്റപത്രം, സാധാരണ 60 ദിവസം പിന്നിടുമ്പോൾ ഒരു പ്രാഥമിക കുറ്റപത്രം ഒരു കേസിൽ അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ കഴിയും. പക്ഷേ ഈ കേസിൽ 60 ദിവസം പിന്നിടുമ്പോൾ ഒരു പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കുന്നില്ല. പിന്നീട് 90 ദിവസത്തിലേക്ക് എത്തുന്നു, അപ്പോഴും കുറ്റപത്രമില്ല. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. തന്ത്രി ഇതിലൊരു സുപ്രധാനമായ കണ്ണിയാണ്. തന്ത്രി എന്തിനാണ് ശബരിമലയിൽ താമസിക്കുന്നത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ കേസിൽ വരികയും തന്ത്രി ഇതിനൊക്കെ തന്നെ മൗനാനുവാദം നൽകി എന്ന തരത്തിലേക്ക് റിമാൻഡ് റിപ്പോർട്ടും അറസ്റ്റ് റിപ്പോർട്ടും എത്തുന്നു. അങ്ങനെ തന്ത്രിക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് SIT പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ തന്ത്രിക്ക് ജാമ്യം നൽകുമ്പോൾ കോടതി പറയുന്നത് തന്ത്രിക്ക് ഇതിൽ നേരിട്ട് പങ്കുള്ളതിന് കൃത്യമായ തെളിവ് നൽകാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. SITക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിലവിൽ കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. 41 ദിവസത്തിലെ ജയിൽവാസത്തിന് ശേഷം തന്ത്രി കണ്ഠരര് രാജീവര് പുറത്തിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ പകർപ്പ്, വിധിയുടെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ SITക്ക് തിരിച്ചടിയാകുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് ബന്ധമുള്ളതിന് തെളിവില്ല, ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ തന്ത്രിക്ക് ഇടപെടാൻ അധികാരമില്ല എന്നൊക്കെ ഈ ജാമ്യ ഉത്തരവിൽ പറയുന്നുണ്ട്. ഷമീർ അബ്ദുള്ളമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക്